ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പിന് കുറച്ച് കുറവായിട്ട് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പിൽ കൂടുതലായിട്ട് വേണം. അതേപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിലേക്ക് പിന്നീട് ഷുഗർ സിറപ്പൊക്കെ ലാസ്റ്റ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മധുരമായി പോവും. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വാനില എസൻസ് കൂടി, ഒരു 1/2 ടീസ്പൂണൊക്കെ വാനില എസൻസ് മതിയാവും. ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും ബട്ടർ കൂടി ചേർക്കുമ്പോൾ. ഈ ചൂടോടെ തന്നെ ബട്ടർ അങ്ങ് മെൽറ്റായി കിട്ടും. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ബൗള് നന്നായിട്ട് കുറച്ച് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ റവ ആയതുകൊണ്ട് അത് ഇരുന്നിട്ട് സെറ്റാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് ചൂടൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളമോടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് ഒരു 1-2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് വേണം ഇത് ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിൽ മധുരമുണ്ട്, പിന്നെ വാനില ഫ്ലേവേർഡ് ആയതുകൊണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിൽ വേണമെങ്കിലും അടിച്ചെടുക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഈ റവ നമ്മൾ പുഡിങ് സെറ്റാക്കി വെച്ചിട്ടുള്ളത് നന്നായിട്ട് തണുത്തിട്ട് വേണം ഈ ഒരു വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ചൂടോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മെൽറ്റായി പോവും. മുകളിൽ കുറച്ച് ആൽമണ്ട്സാണ് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പിസ്ത വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒരു ചെറി കൂടി അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുത്തിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ആ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്